ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ എൻ വാസുവിൻ്റേത് സുപ്രധാന അറസ്റ്റായി മാറുകയായിരുന്നു. 4 പേരാണ് അറസ്റ്റിലായത്. ഇതിൽ 3 പേരും സ്ത്രീ പ്രവേശന വിധിക്കാലത്ത് ശബരിമലയെ നിയന്ത്രിച്ചവരാണ്. ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്നു സുധീഷ് കുമാർ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്നു മുരാരി ബാബു, ദേവസ്വം കമ്മീഷണറായിരുന്നു വാസു. 3 പേരും ശബരിമലയിലെ സ്ത്രീ പ്രവേശന ഗൂഢാലോചന നേരിട്ട് മനസ്സിലാക്കിയ വ്യക്തികൾ. മൂവരും ഇതിന്റെ പേരിൽ ഒരുപാട് നേട്ടമുണ്ടാക്കി. എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ പത്മകുമാറിന് കുരുക്കായി എൻ വാസുവിൻ്റെ അറസ്റ്റ്. വാസുവിൻ്റെ റിമാൻഡ് റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ഇനി വമ്പന്മാർക്കിടയിലേക്കാണ് ഇത്തരത്തിൽ ഇറങ്ങിച്ചെല്ലുന്നത് SIT. എൻ വാസു സ്വർണം ചെമ്പാണെന്ന് രേഖപ്പെടുത്തിയത് ദേവസ്വം ബോർഡിൻ്റെ അറിവോടെ എന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ ഉള്ളത്. ഇത് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലായി മാറുകയാണ്. സ്വർണം പൂശി എന്ന പരാമർശം കമ്മീഷണർ മനഃപൂർവ്വം ഒഴിവാക്കുകയായിരുന്നു. ദേവസ്വം ബോർഡിന്റെ പങ്ക് വ്യക്തമാക്കിയാണ് റിമാൻഡ് റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ദേവസ്വം ഉദ്യോഗസ്ഥർ, പോറ്റി എന്നിവരുടെ മൊഴിയിൽ വാസുവിന്റെ പങ്ക് വ്യക്തമാണെന്നും അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എന്തായാലും ശബരിമലയിൽ ഇത്തരത്തിൽ ഉണ്ണികൃഷ്ണൻ പൊറ്റിക്ക് മാത്രമല്ല ഗുണ്ടകൾക്കും എല്ലാ സഹായവും നൽകി വന്ന ആളാണ് എൻ വാസു. ശബരിമലയിൽ ജോലിക്കെത്തുന്നത് ക്രിമിനലുകൾ ആണെന്ന തിരിച്ചറിവിൽ ഇടപെട്ട IPSകാരനെയും ഇയാൾ വെറുതെ വിട്ടില്ല. ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ഇനി മേലാൽ ശബരിമല ഡ്യൂട്ടിക്ക് നിയോഗിക്കരുത് എന്ന കത്തെഴുതിയ ഏക ദേവസ്വം ബോർഡ് പ്രസിഡന്റും വാസുവായിരുന്നു. അതുകൊണ്ട് തന്നെ വാസു അറസ്റ്റിലാകുമ്പോൾ പോലീസ് സേനയും ആ പഴയ കഥ ഓർത്തെടുക്കുന്നുണ്ട്. ഇതിനൊക്കെ പിന്നാലെ ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ എൻ വാസു അറസ്റ്റിലാകുമ്പോൾ ചർച്ചയാകുന്നത് ജന്മഭൂമിയിലെ ആ പഴയ ചിത്രമാണ്. വാസു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി സത്യപ്രതിജ്ഞയ്ക്ക് ഒരുക്കിയ ചടങ്ങിൽ ദുർനിമിത്തങ്ങൾ കണ്ടിരുന്നു എന്ന് വേണം പറയാൻ.